SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വെല്ലുവിളി ഏറ്റെടുത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പിന്തുണയുമായി UDF ഘടകകക്ഷികളും നേതാക്കളും. ഭരണം പിടിക്കും എന്ന പ്രതിപക്ഷ നേതാവിനേക്കാൾ ഇരട്ടി ആത്മവിശ്വാസം മുസ്ലിം ലീഗിനുണ്ടെന്നാണ് നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. കോൺഗ്രസും മുസ്ലിം ലീഗൊക്കെ ഒറ്റക്കെട്ടായിട്ട് UDFനെ കൂടുതൽ ശക്തിപ്പെടുത്തി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം ഒരു വലിയ തിരിച്ചറിവിന് വേണ്ടിയുള്ള ഒരുക്കത്തിലും അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിലുമാണ്. തീർച്ചയായിട്ടും അതൊക്കെ വിജയം കാണുന്നതിന് ശരി. അദ്ദേഹത്തെക്കാളും ഇരട്ടി കോൺഫിഡൻസ് ആണ് ഈ കാര്യത്തിൽ മുസ്ലിം ലീഗിനുള്ളത്. അദ്ദേഹത്തെ വനവാസത്തിന് പോകാൻ ഞങ്ങൾ സമ്മതിക്കൂല. ആ പേടി പേടിക്കണ്ട. വി ഡി സതീശന്റെ പ്രഖ്യാപനം ധീരവും കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെയും UDFന്റെയും അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതുമാണെന്ന് VM സുധീരൻ പറഞ്ഞു. വാക്കുകളിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അന്തസ് കാണിച്ചില്ലെന്ന് K മുരളീധരൻ വിമർശിച്ചു. ആ സഭയുടെ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പാലിക്കേണ്ടതായിട്ടുള്ള അന്തസ്സ് പരിപാലിച്ചിട്ടില്ല. കാരണം പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കുന്നതിനെ ഞങ്ങൾ പറയുന്നില്ല. പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കാം, ഞങ്ങളെ വിമർശിക്കാം, അതിനൊക്കെ അതിന് സ്വാതന്ത്ര്യം. പക്ഷെ പ്രയോഗിക്കുന്ന വാക്കുകൾ അത് ഒരു പൊതുപ്രവർത്തനം തന്നെ പ്രയോഗിക്കാൻ പാടില്ലാത്തതാണ്. ഞാൻ പറയാം, മുമ്പ് അച്യുതാനന്ദൻ എന്തൊക്കെ വിമർശിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളിയെ, അന്നൊന്നും വായ തുറന്നില്ലല്ലോ. ഞങ്ങൾക്ക് 100 സീറ്റെങ്കിലും കിട്ടുന്നതാണ് ഞങ്ങളുടെ അസസ്മെൻറ്റ്. അദ്ദേഹം രാജിവെക്കണോ വേണ്ടതെന്നുള്ളത് SNDP യോഗത്തിൻ്റെ വോട്ടർമാർ തീരുമാനിക്കേണ്ട കാര്യം. ഞങ്ങളതിലേക്കൊന്നും ഇടപെടുന്നില്ല. താൻ പറഞ്ഞത് ആത്മവിശ്വാസത്തോടെയാണ് എന്നായിരുന്നു ഇക്കാര്യത്തിൽ വി ഡി സതീശന്റെ ഇന്നത്തെ പ്രതികരണം. അല്ല, ഞങ്ങൾ പറഞ്ഞത് തിളക്കമാർന്ന വിജയത്തിൽ UDFനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ വനവാസത്തിന് പോകുന്നതാണ്. അത് ഞങ്ങളുടെ കോൺഫിഡൻസാണ്. ഞങ്ങൾക്ക് ഉറപ്പായി ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചു വരാൻ കഴിയും എന്നുള്ളതാണ്. സലീം മാലിക് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. സലീം, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെ പ്രകോപനമുണ്ടാക്കിക്കൊണ്ടാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം വളരെ പരസ്യമായി ചില പരാമർശങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നടത്തുന്നത്. പല സന്ദർഭങ്ങളിലായി അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായി ആക്രമിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. അങ്ങനെ ഗത്യന്തരമില്ലാതെ വി ഡി സതീശൻ നൽകിയ മറുപടി എന്ന നിലയിലായിരുന്നു ആദ്യം ഈ അടുത്ത തവണ UDFന് ഭൂരിപക്ഷം ലഭിക്കാനായില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന സതീശന്റെ പ്രതികരണത്തെ വായിച്ചെടുത്തിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് UDF ക്യാമ്പിനകത്തെ ദൗർബല്യങ്ങളെയോ വിള്ളലുകളോ ഒന്നുമല്ല, ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കും വിധമാണല്ലോ ഇന്ന് UDFലെ ഘടകകക്ഷി നേതാക്കളൊക്കെ തന്നെ വി ഡി സതീശന് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ്? ഏത് നിലയ്ക്കാണ് ഇപ്പോഴത്തെ വിവാദങ്ങളെ നോക്കി കാണേണ്ടത്? GK, വെള്ളാപ്പള്ളി നടേശനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായുള്ള ഈ വാക്കുതർക്കം തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസമായി. പക്ഷേ ഇന്നത്തോടു കൂടിയാണ് അതിൽ UDFന്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും പ്രതിപക്ഷ നേതാവിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടുള്ള പ്രസ്താവനകളുമായി രംഗത്തെത്തിയത്. പ്രത്യേകിച്ചും ഇന്നലെ UDFന് 100 സീറ്റ് നേടിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നുള്ളൊരു പ്രസ്താവനയ്ക്ക് ശേഷമാണ് കൂടുതൽ UDF നേതാക്കൾ പ്രതിപക്ഷ നേതാവിന് പിന്തുണയുമായി എത്തിയത്. വി ഡി സതീശന്റെ പ്രസ്താവന UDF അണികളിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ നേതൃത്വം വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ മുസ്ലിം ലീഗ് ആ പ്രസ്താവനയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും രാഷ്ട്രീയ വനവാസത്തിന് വി ഡി സതീശന് വിട്ടുകൊടുക്കില്ല എന്നൊരു നിലപാടിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ വലിയ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പും ആ പ്രസ്താവനയ്ക്ക് പിന്നാലെയുള്ള പിന്തുണയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് വെള്ളാപ്പള്ളി നടേശനെ തള്ളിക്കൊണ്ട് കോൺഗ്രസിന്റെ കൂടുതൽ നേതാക്കൾ രംഗത്തെത്തുന്നു എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കടുപ്പിച്ച് മറ്റു ചില നേതാക്കൾ പറയുന്നു എന്നുള്ളതാണ്. അതിലെ ഏറ്റവും ശക്തമായ രൂക്ഷമായ ഭാഷയിൽ VM സുധീരനാണ് വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ചത്. വെള്ളാപ്പള്ളി വർഗീയ വിഷം വമിപ്പിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തെ മലിനപ്പെടുത്തുന്നു എന്നുള്ളതായിരുന്നു VM സുധീരന്റെ പരാമർശം. വീണ്ടും വർഗീയ ഭ്രാന്താലയമാക്കാനാണ് വെള്ളാപ്പള്ളി നടേശൻ ശ്രമിക്കുന്നത്. അതിന് വഴിവെച്ചു കൊടുക്കരുത്. അതിൽ ഇപ്പോഴും നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായി വെള്ളാപ്പള്ളി നടേശൻ തുടരുന്നത് അപഹാസ്യമാണ്. ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറാവണം എന്നുള്ളതാണ് VM സുധീരൻ രൂക്ഷമായ കടുപ്പിച്ച ഭാഷയിൽ പറയുന്നത്. K മുരളീധരനും പ്രതിപക്ഷ നേതാവിനെ ഏതെങ്കിലും നിലയിൽ വിമർശിക്കാം, അതിന് എതിരല്ല. പക്ഷേ വാക്കുകളിൽ മിതത്വം പാലിക്കണം ആയിരുന്നു എന്നുള്ളതാണ് K മുരളീധരനും ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ വി ഡി സതീശൻ ഒറ്റയ്ക്കായിരുന്നു വെള്ളാപ്പള്ളി നടേശനെ നേരിട്ടതെങ്കിൽ UDF ക്യാമ്പ് ഒറ്റക്കെട്ടായി ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെ രംഗത്ത് വരികയും പ്രതിപക്ഷ നേതാവിന് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇന്നത്തോടുകൂടി കാണാനാവുന്നത്. GK. ശരി, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.